മൂത്തയാള് അല്ലെ, ചേച്ചിക്ക് ശരിക്കും അമ്മയുടെ സ്ഥാനം തന്നെയാണ് അല്ലെ, ചേച്ചിയമ്മ. അപ്പോൾ അതെ, മൂത്ത ചേച്ചി. നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്ന സമയത്താണ് ഒരു ടീച്ചറിന്റെ ഒരു പഴയ ഒരു വിദ്യാർത്ഥി വിളിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച വിദ്യാർത്ഥി ഇപ്പോഴും ടീച്ചറിനെ വിളിക്കണമെങ്കിൽ ആ ടീച്ചറിന്റെ ഒരു ബന്ധം, കുട്ടികളുമായിട്ടുള്ള ബന്ധം, അത് എത്രയാണെന്ന് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ടീച്ചറെ, ഹിന്ദിയോടുള്ള താല്പര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അതിനൊരു കാരണം പറയാമോ? ഹിന്ദി ഭാഷയുടെ എന്തോ ഒരു വലിയ താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞ അമ്മയ്ക്ക് ഹിന്ദി അറിയായിരുന്നു. അമ്മ ഹിന്ദി സാൻസ്ക്രിറ്റ് രണ്ടും പഠിച്ചിരുന്ന ആളാണ്. 5 വരെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് ഏത് വർഷമായിരുന്നു അത് എത്രയും ഞാനൊക്കെ എനിക്കിപ്പോ 51 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ 10 വയസ്സൊക്കെ ആവുമ്പോ അപ്പൊ 61 കാലത്ത് എന്റെ 5ാം ക്ലാസ്സിലാണല്ലോ ഹിന്ദി തുടങ്ങുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയാണ് കറക്റ്റ് ചെയ്യലും സഹായിക്കലും ഒക്കെ ചെയ്യാം. കോപ്പിയൊക്കെ അമ്മ എഴുതിക്കും. അമ്മ ഗുരുകുല സമ്പ്രദായത്തില് ഹിന്ദി പഠിച്ച ആളാണ്. ഹിന്ദി സംസ്കൃതം അറിയായിരുന്നു. അന്നത്തെ രഘുവംശം അങ്ങനത്തെ കാവ്യമൊക്കെ അമ്മയ്ക്ക് ബൈഹാർട്ടായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ ലക്ഷ്മി അന്തർജനം എന്നാണ് നമ്മുടെ പേര്. അച്ഛന്റെ പേര് ശംഭു ഭട്ട് എന്നാണ് പറയാ. ഈ കാസർഗോഡ് ഭട്ട് എന്ന് പറയുന്നത് VHAT ഭട്ട്. അത് എംബ്രാതിരി, ഇവിടെ വന്നപ്പോ എംബ്രാതിരി എന്ന് പറയാ. അമ്പലങ്ങളിലൊക്കെ പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്. നമ്മുടെ പ്രശസ്തമായ മോക്ഷത്തമ്പലത്തിലെ അവിടെ ആദ്യം മുതൽ ഒരുപാട് കാലം 40 കൊല്ലത്തോളം അച്ഛൻ പൂജ കഴിച്ചിരുന്നു. ആ വരുമാനം കൊണ്ട്, വരുമാനമൊന്നും അന്നൊന്നും അമ്പലങ്ങളിലൊന്നും വരുമാനമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ഒതുങ്ങിയ ജീവിതത്തിൽ അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും ഈശ്വര കടാക്ഷത്താലോ എല്ലാവരെയും ടോപ്പിൽ എത്തിച്ചു. 5 മക്കളെ. അതിന്റെ ഒരു അനുഗ്രഹമായിരിക്കും. കാരണം ദൈവാനുഗ്രഹം തന്നെ പറയേണ്ടത്. 5 മക്കളും എന്റെ തൊട്ട് താഴെയുള്ള അനിയൻ ബാങ്ക് മാനേജറായിരുന്നു. രണ്ടാമത്തവൻ ഈ ഇറിഗേഷനിലെ അതായിട്ട് വലിയ സൂപ്രണ്ടായിട്ട് റിട്ടയർ ആയത്. പിന്നെ മൂന്നാമത്തെ അതിന്റെ തൊട്ട് താഴെയുള്ള ആള് റെയിൽവേയില് ADRM ആയിട്ട് വർക്ക് ചെയ്യണു. ഇപ്പൊ താമസിക്കുന്നത് പുലാപ്പറ്റ. അതുപോലെ അന്നത്തെ കാലത്ത് 17 വയസ്സിൽ മാരേജും കഴിഞ്ഞു. അന്നൊക്കെ അധികം പ്രായം ആവില്ല. അപ്പോ ഹസ്ബൻഡ് പോലീസിലായിരുന്നു. അന്ന് ഓഫീസറായിട്ടില്ല, ഇതൊക്കെയായിരുന്നു, റൈറ്ററായിരുന്നു ആദ്യമൊക്കെ കല്യാണം കഴിയുന്ന കാലത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതായി ഹെഡ് കോൺസ്റ്റബിൾ ആയി. പിന്നെ SI ആയിട്ട് ആയപ്പോ റിട്ടയർ ചെയ്തു. പാലക്കാട് ജില്ലയിലെ പല സ്ഥലത്തും. ലാസ്റ്റ് പാലക്കാട് തന്നെ. 96 റിട്ടയർ ആയി. ഞങ്ങൾ ഒരു മകനേ ഉള്ളൂ ഞങ്ങൾക്ക്. അവൻ ഇവിടെ ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അനിയൻ, അന്ന് ചെറിയ അനിയൻ ബോംബെയിലായിരുന്നു. അവന്റെ കൂടെ ബോംബെയിൽ പോയി എളുപ്പത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുന്നുള്ള ഇതിൽ അങ്ങനെ അങ്ങോട്ട് പോയതാ. അവിടെ പോയി കമ്പ്യൂട്ടറും ഇതൊക്കെ പഠിച്ച് പിന്നെ അവിടെ തന്നെ ജോലിയായി. അപ്പോഴാണ് ഈ ഒരു സായിപ്പ് എന്നൊരു കമ്പനി ഉണ്ട്, മറ്റേ ഇതിന്റെ അന്തർവാഹിനികള് ഇതിൽ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഈ ഇതൊക്കെ ഡിഗ്ഗിങ്ങിനൊക്കെ എണ്ണ കുഴിച്ചെടുക്കണം, അങ്ങനത്തെ ഇതില് ഒരു ഇതായിട്ട് വർക്ക് ചെയ്യണം, മാനേജറായിട്ട് വർക്ക് ചെയ്യാം. പ്രസാദ് പല ഭാഷകളും, ജർമ്മൻ, പോർച്ചുഗീസ്, റഷ്യൻ, ഈ ഭാഷകളൊക്കെ പഠിക്കുവാൻ ഷിപ്പിലൊക്കെ കിട്ടാൻ എളുപ്പമായി. ഒരു ഷിപ്പിലെ കമ്പ്യൂട്ടർ സിസ്റ്റം തകരാറിലായത് നേരാക്കി കൊടുത്തു. അത് ജോലി കിട്ടാൻ ഒരു സാധ്യതയായി, ഷിപ്പിൽ കിട്ടാൻ വളരെ. അപ്പൊ ഷിപ്പിൽ ഇപ്പൊ ഇവിടെ MN ഗെയിമിൽ ഒരു പ്രാവശ്യം വന്നിട്ട് നേരാക്കി തന്നു. ഫാമിലി ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഭാര്യ അവള് ടീച്ചറായിരുന്നു, റിസൈൻ ചെയ്തിട്ട് വീട്ടില് കുട്ടിയെ നോക്കാൻ അങ്ങനെ ഇതായി. അവനിപ്പോ ബിടെക് കഴിഞ്ഞു. എന്തോ ഇതിലോ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ടീച്ചറിന്റെ കുടുംബകാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അറിഞ്ഞു അല്ലേ. ഇപ്പൊ ടീച്ചറിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ കറഞ്ഞു നിന്നാലാണ് കുട്ടികളൊക്കെ കാത്തിരിക്കുന്നത് ടീച്ചറിന്റെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടീച്ചർ ഒരു അധ്യാപകനെ കുറിച്ച് പറഞ്ഞു, ടീച്ചറിന് ഹിന്ദിയോട് താല്പര്യമുള്ള ഒരു അധ്യാപകനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ മാഷിനെ കുറിച്ച് പറഞ്ഞോളൂ. മാഷ് വളരെ എളിയതായിട്ട് ഈ എന്താ സർവോദയ ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെയൊക്കെ ഉള്ളതിൽ വർക്ക് ചെയ്തിരുന്ന. ഹിന്ദി പ്രചാരണം അന്നൊരു
സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു തോന്നുന്നു. ദക്ഷിണ ഭാരത പ്രചാര സഭയുടെ പരീക്ഷകൾ നടത്തുമായിരുന്നു മാഷ്. അപ്പൊ ഏത് സമയത്തായിരിക്കും ടീച്ചറെ? അത് 60-കളില് 61, 62-ലാണ് ആ സമയത്താണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 66-ന് ശേഷം 2 കൊല്ലം പഠിപ്പിച്ചു. അന്ന് മാഷ് വീട്ടില്, അന്ന് റിട്ടയർ ആയിട്ട് മാഷ് വീട്ടിലായിരുന്നു. അപ്പോഴാണ് ഞാൻ കോങ്ങാട് പോയി പഠിച്ചത്. അതുവരെ മാഷ് ഇവിടെ സ്കൂളിൽ വന്നിരുന്നു. അപ്പൊ വീട്ടിൽ വന്ന് പഠിപ്പിക്കും, അങ്ങനെയുണ്ടായിരുന്നു. അത് ഹൈസ്കൂളിലെത്തിയപ്പോ പിന്നെ അവിടെ ഒരു കൃഷ്ണയ്യർ മാഷ് ഉണ്ടായിരുന്നു. മാഷും എന്നോട് വലിയ, ഞാനിങ്ങനെ എല്ലാവരും ഹിന്ദിയുടെയൊക്കെ കറക്റ്റായിട്ട് ആൻസർ പറയുമ്പോൾ മാഷൊക്കെ എന്നോടൊരു എടുപ്പായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങോട്ട് പഠിച്ചു. പിന്നെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് വല്ലപ്പുഴ സ്കൂളിൽ പോയപ്പോ ടീച്ചറും കുട്ടികളും തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? കാരണം ഏകദേശം വലിയ വ്യത്യാസം ഉണ്ടാവില്ല. യു പിക്കാരാണ്. അപ്പൊ ഒരു പ്രത്യേക അനുഭവമായിരിക്കും അല്ലെ ആദ്യത്തെ കുട്ടികളായിട്ട്? അമ്മയും അതെ അതെ അതെ. ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ, എങ്ങനെയൊക്കെ ആയിരുന്നു? എല്ലാ കുട്ടികൾക്കും നല്ല തന്നെ ആയിരുന്നു അവിടെ. ഒരു 5ലും 7ലും പഠിക്കുന്ന ഒരു കുട്ടികളുടെ വീട്ടിലാണ് ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കുട്ടികളോട് അടുപ്പുണ്ട്. ആ വീട്ടിലത്തെ കുട്ടികൾ തന്നെ ആകുമ്പോൾ, നമ്മൾ താമസിക്കുന്ന വീട്ടിലെ കുട്ടികൾ തന്നെ ആകുമ്പോൾ മറ്റു കുട്ടികളും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെ പറയൂലോ, അങ്ങനെയൊക്കെ ആകുമ്പോ നാട്ടിൻപുറാണ് വല്ലപ്പുഴ. ടീച്ചർ പിന്നെ അടുത്തെങ്ങാനും പോയിരുന്നോ? സ്കൂളിലേക്ക് പോയിരുന്നോ? ഞാൻ അതിനുശേഷം കുറെ പ്രാവശ്യം താമസിച്ച വീട്ടിൽ പോയിരുന്നു, സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളൊക്കെ ഗവൺമെന്റ് സ്കൂളല്ലേ, പഴയ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ആ താമസിക്കുന്ന വീട്ടിൽ പോവാറുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടും വരാറുണ്ട്, ഞാൻ അങ്ങോട്ടും പോവാറുണ്ട്. ആ വല്ലപ്പുഴ സ്കൂളിലെ കുട്ടികള് ടീച്ചറിനെ വിളിക്കുന്ന അങ്ങനെ വല്ലവരും ഉണ്ടോ? ഇപ്പൊ വിളിക്കുന്നത് ഒരാളുണ്ട്. പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ വർത്തമാനമൊക്കെ അന്വേഷിക്കും. പിന്നെ ഒരു കുട്ടി നടുവട്ടത്തേക്ക് പോകുമ്പോ ബസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വന്നിട്ട് എന്നോട്, ടീച്ചർ എവിടെ? അപ്പൊ ഞാൻ കുറെ കാലമായാലും കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കുട്ടിയുടെ പേര് സത്യഭാമ എന്ന പേര്. എന്നിട്ട് മറ്റേ അപ്പൊ ആ കുട്ടി എന്താ ചെയ്യണമെന്നൊക്കെ ഞാൻ ചോദിച്ചു. ഒരു വലിയ ജോലിയൊന്നും ഉള്ള കുട്ടിയല്ല കണ്ടാല്. മോളെന്താ ചെയ്യണം ഇപ്പൊ ചോദിച്ചപ്പോ, ഞാനൊരു വൈദ്യശാലയിലാണ് ടീച്ചർക്ക് കുപ്പി മറ്റേ സീൽ ചെയ്യലാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് അവിടെ എത്താൻ ഓരോന്നങ്ങനെ എന്താ ചെയ്യണം, ഹസ്ബൻഡ് എന്താ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. കുറച്ച് ഞാൻ അപ്പോഴേക്കും ഇറങ്ങാറായി. അപ്പൊ ആ കുട്ടി അവിടെ വേഗം വന്നിട്ട് പറയും, ടീച്ചർ എനിക്ക് എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ടീച്ചറോട് നുണ പറഞ്ഞു അല്പം. അതെന്തേതാ ചോദിച്ചു ഞാൻ. അപ്പൊ ഞാനേ കുപ്പി ഇതാക്കിയിട്ട് സീലിയലല്ല എന്റെ പണി, കുപ്പികളൊക്കെ വാഷ് ചെയ്യണ പണിയാ. അത് പറഞ്ഞാൽ ടീച്ചർക്കൊരു ഇതാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ടീച്ചറോട് അത് അങ്ങനെ അല്ലാതെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അതുകൊണ്ട് ഞാനത് ഇപ്പൊ എനിക്കത് പറയാതെ പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങണേന്റെ മുമ്പ് ഇത് പറഞ്ഞിട്ട് പോയി ആ കുട്ടി. എനിക്ക് എന്തോ ഒരു ബന്ധങ്ങള് ഭയങ്കരമാണ്, കുട്ടികളും അധ്യാപകരും. അങ്ങനെയൊക്കെ വല്ലപ്പുഴ സ്കൂളിനോട് അങ്ങനത്തെ ഒരു ബന്ധമാണുള്ളത്. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും.